ചില വിസ്മയങ്ങൾ സംഭവിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന നേതൃത്വം പറയുന്ന രീതിയിൽ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന പ്രാദേശിക നേതൃത്വമാണ് ഈ 2 നിയോജക മണ്ഡലത്തിലും UDF-ന് പ്രതിപക്ഷ നേതാവ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചവരാ ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന LDF-ലെ ഘടകകക്ഷികളിൽ അംഗങ്ങളായിട്ടുള്ള പലരാണ് വരുന്നത്, നാളെ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആളുകൾ പാർട്ടിയോട് പിന്തുണ പ്രഖ്യാപിച്ചു വരുന്നു. കേരളത്തിൽ തന്നെ ഒറ്റപ്പാലം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ പ്രമുഖനായ നേതാവ് UDF-ന്റെ പക്ഷത്ത് വരികയും അയാൾ ഒറ്റപ്പാലത്ത് സീറ്റ് കൊടുത്തെന്ന് പറയുന്നു. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോന്ന് അറിയാം. അതില് KPCC-യും അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും UDF-ന്റെ സംസ്ഥാനത്തെ ഹൈപ്പവർ കമ്മിറ്റിയുമാണ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും അറിയപ്പെടുന്ന മുൻ MLA-മാർ, അതുപോലെ തന്നെ ഉള്ള അറിയപ്പെടുന്ന നേതാക്കന്മാരൊക്കെ കോൺഗ്രസിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയിലെ ഘടകകക്ഷികളിലും ഒക്കെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്, അറിയാലോ. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭരണകൂടത്തെ പിന്തുണച്ച വ്യക്തികളും വിഭാഗങ്ങളും ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്നിൽ അണിനിരന്ന് അവർ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ ഉണ്ടാവും നമ്മുടെ പ്രദേശത്തെ സ്വീകരണ യോഗങ്ങളിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മൊത്തത്തിൽ പറഞ്ഞ പോലെ ചില വിസ്മയങ്ങൾ സംഭവിക്കാം.